ഞാനിപ്പോൾ കടയിൽ പോയി വന്നപ്പോണ്ടല്ലോ അവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്താ പറയുക നൊസ്റ്റായിട്ടുള്ളൊരു സംഭവം കിടക്കുന്നത്. അപ്പം ഞാനത് പറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതാ വേറൊന്നല്ലേ, ഇതാണ് നമ്മളെ ഐറ്റം. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ തല്ലിത്തേങ്ങ എന്നാണ് കേട്ടോ പറയൽ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇത് തല്ലി നോക്കിയാലോ. വാ, ഇവിടെ എവിടെയും കല്ല് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എന്താ ഈ തല്ലിത്തേങ്ങ പറക്കി കൊടുക്കുന്നതേ ഒരു കരിങ്കല്ലും കൂടെ പൊക്കിയിട്ടുണ്ടേ. അപ്പം നമുക്കിത് ചതച്ചാലാ. അപ്പം ഗായ്സ്, പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് അകത്ത് തുറന്ന് നോക്കാനൊന്നും പറ്റില്ല ഇത് നല്ലതാണോ ചീത്തയാണോന്ന്. ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ഇത് കുലുങ്ങും, അല്ലെങ്കിൽ ഇത് കുലുങ്ങൂല. ബട്ട് ഇതിൽ ഒന്നും മര്യാദക്ക് കുലുങ്ങണില്ല. കുലുങ്ങുണ്ട് ബട്ട് കേൾക്കണ്ട. അങ്ങനെ ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു സൗണ്ടാണ്, പക്ഷെ ഇതൊന്നും കേൾക്കുന്നില്ല. നമുക്ക് എന്തായാലും ചതച്ച് നോക്കാം. ഗൈസ്, ഈ തല്ലിത്തേങ്ങ എങ്ങനെയാണ് ചതക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തല്ലിത്തേങ്ങ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ കല്ലെടുത്തിട്ട് ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു വരേൻ്റെ ഭാഗം അവിടെ വെച്ച് ഇടിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള കായെടുത്ത് കഴിക്കും, എന്ന് പറഞ്ഞാൽ തേങ്ങ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ശരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ കാണിച്ച് ചതക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചതച്ചിട്ട് തരാം. ഗൈസ്, ഒന്നാമത്തെ തൊലി നമ്മൾ ചതച്ച് കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് കുറച്ച് പണി. ഇപ്പോൾ കുറച്ചും കൂടി ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളിത് ചതച്ചിട്ടിരിക്കുമ്പോൾ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്തുള്ള തേങ്ങ നമുക്ക് പൊട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ചാലഞ്ചിലെ വിന്നറായിരിക്കും കേട്ടോ. അതൊക്കെ ഒരു പൊളിയൊരു സംഭവമാണ്. എനിക്കിതുവരെ ഇതിൻ്റെ അകത്തുള്ള കായ പൊട്ടാണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് ട്രൈ ആക്കി വെക്കാം. ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ പതിവ് തെറ്റിച്ചില്ല. നമ്മൾ പൊടിച്ചിട്ട് ഇതെടുത്തത് കണ്ടില്ല. ഞാൻ എപ്പോൾ ചെയ്താലും ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ സത്യം പറയുന്നത് ഷേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ബദാമില്ലേ അതിൻ്റെ ഒരു മിനി വെർഷൻ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഒറിജിനൽ ബദാമിനേക്കാളും ടേസ്റ്റാണ് കഴിച്ചത്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ഡേ.